അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖസസുൽ ഔലിയ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ ചരിത്ര കഥയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. മുഖവുര നീട്ടിക്കൊണ്ടു പോകാതെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമുവിൻ്റെ രണ്ടാമത് ജനിച്ച മക്കൾ ആരാണ് എന്ന് തുടങ്ങാം. മുമ്പ് നാം പറഞ്ഞത് ആദ്യമായിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമുവിന് ഹാബീലും സഹോദരിയുമാണെങ്കിൽ രണ്ടാമത് പിറന്നത് ഹാബീലും സഹോദരിയുമായി ഇരട്ട മക്കളാണ്. അങ്ങനെ വരെ 4 പേരെയും നല്ല സന്തോഷത്തോടു കൂടി വളർത്തി വരുന്നതിനിടക്ക് അവർ വലുതായി. ഹാബീൽ കന്നുകാലികളെ വളർത്താനും അതുപോലെ തന്നെ ഹാബീൽ കൃഷി ചെയ്യാനും തുടങ്ങി. അങ്ങനെ ഓരോരുത്തരും ഓരോ വഴിയിൽ തിരിഞ്ഞു. വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമുവിന് അറിയിച്ചു കൊടുക്കുകയാണ്, മക്കൾ വിവാഹപ്രായമെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അവരെ വിവാഹം കഴിപ്പിക്കണം. അന്ന് മറ്റൊരു മനുഷ്യരുമില്ലാത്ത സമയത്ത് ആരെയാണ് വിവാഹം കഴിപ്പിക്കുക, ആരെക്കൊണ്ടാണ് കഴിപ്പിക്കുക എന്നൊന്നും അറിയാതെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിൽക്കുമ്പോൾ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു, ഹാബീലിൻ്റെ സഹോദരിയെ ഖാബീലിനും ഖാബീലിൻ്റെ സഹോദരിയെ ഹാബീലിനും കെട്ടിച്ചു കൊടുക്കണം എന്ന്. ഈ വാർത്ത സന്തോഷത്തോടുകൂടി തൻ്റെ മക്കളോട് പോയി പറഞ്ഞപ്പോൾ ഹാബീൽ വളരെ സന്തോഷത്തോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിച്ചു. എന്നാൽ ഖാബീലാവട്ടെ ധിക്കാരം കൊണ്ട് പിതാവ് പറഞ്ഞ വാക്ക് അനുസരിക്കാതെ, അതെനിക്ക് യോജിച്ച പണിയല്ല, ഞാനതിന് തയ്യാറല്ല എന്ന് വാശി പിടിച്ചു. അപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിഷമിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, ഞാൻ എന്ത് ചെയ്യണമെന്ന ഒരു വഴി നീ തന്നെ കാണിച്ചു തരണമെന്ന് അള്ളാഹുവിനോട് അപേക്ഷിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, 2 പേരോടും എൻ്റെ പേരിൽ ബലിയർപ്പിക്കാൻ പറയുക. ബലിയർപ്പിക്കുന്നത് ആരുടെ ബലിയാണോ സ്വീകരിക്കുന്നത് അവർക്ക് ഞാൻ പറഞ്ഞ രൂപത്തിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ കാര്യം മക്കളോട് പറഞ്ഞപ്പോൾ ഖാബീൽ അവൻ്റെ കൃഷിയിടങ്ങളിൽ നിന്ന് ഏറ്റവും മോശമായ വിളവെടുപ്പ് വാഗ്ദാനം ചെയ്തെങ്കിൽ ഹാബീൽ തൻ്റെ കന്നുകാലികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഒരു ആട്ടിനെ നോക്കി അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിച്ചു. അല്ലാഹു തആല ഹാബീലിൻ്റെ ബലി സ്വീകരിച്ചു. അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹാബീലിൻ്റെ സഹോദരിയെ ഹാബീലിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി വീണ്ടും അള്ളാഹു കൽപ്പിച്ചപ്പോൾ ആ രൂപത്തിൽ ചെയ്യുമെന്നായപ്പോൾ ഹാബീലിന് ദേഷ്യം വന്നു. ദേഷ്യം വളരെയധികം കൂടി. അവസാനം ഹാബീലിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കൊന്നുകളയും. ഈ സമയത്ത് ഹാബീൽ പറഞ്ഞു, എന്നെ കൊന്നാലും, എന്നെ കൊല്ലാൻ വേണ്ടി കൈ ഉയർത്തിയാലും ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടി കൈ ഉയർത്തുകയില്ല. നീ ധിക്കാരിയായിട്ട് ജീവിക്കുകയാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല. എന്നെ കൊല്ലുകയും കൂടി ചെയ്താൽ ആ പാപവും കൂടി നിനക്ക് വന്നു ചേരും എന്നല്ലാതെ എനിക്കൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലാൻ കൈ ഉയർത്തുകയും ഇല്ല എന്ന് പറഞ്ഞു. തൻ്റെ സഹോദരനെ കഴിവിൻ്റെ പരമാവധി നന്മയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ദേഷ്യം സഹിക്കവയ്യാതെ ഇബ്ലീസിൻ്റെ ചതിയിൽപ്പെട്ടുപോയ ഖാബീൽ ഹാബീലിൻ്റെ വാക്കുകളൊന്നും കേൾക്കാതെ, അതൊന്നും ചെവിക്കൊള്ളാതെ ഒരു കല്ലെടുത്തു കൊണ്ടടിക്കുകയാണ്. അങ്ങനെ ഹാബീൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ കൊലപാതകമാണ് ഹാബീലിനെ കൊന്നത്. ഈ ഖാബീലിന് അറിയില്ല, ഈ കൊന്നവരെ എന്ത് ചെയ്യണമെന്ന് ഖാബീലിന് അറിയുന്നില്ല.
അങ്ങനെ കാബീൽ 4 ഭാഗത്തും നെട്ടോട്ടമോടുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാബീൽ വരുന്നത് കാണാതെ ബേജാറായി വിഷമിച്ചിരുന്നു കൊണ്ട് തൻ്റെ 2 പെൺകുട്ടികളോടും അന്വേഷിച്ചു, ഹാബീൽ എന്തേ വരാത്തത്, ഹാബീലിന് എന്തുകൊണ്ടാണ് കാണാത്തതെന്നൊക്കെ അന്വേഷിച്ചെങ്കിലും അവരും കണ്ടിട്ടില്ല. അല്പനേരം കഴിഞ്ഞ് കാബീൽ വന്നപ്പോൾ കാബീലിനോട് ചോദിച്ചു, ഹാബീൽ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ, ഹാബീൽ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ കാബീൽ പറഞ്ഞ മറുപടി, ഞാൻ ഹാബീലിൻ്റെ സംരക്ഷകനല്ല, എനിക്ക് അവൻ്റെ പോക്ക് വരവ് നോക്കി നടക്കുന്ന പണി എനിക്കില്ല, അതുകൊണ്ട് എന്നോട് അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് വളരെ പുച്ഛത്തോടു കൂടി പിതാവിനോട് മറുപടി പറഞ്ഞു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കുറേ സമയം വേണ്ടി വന്നില്ല. അപ്പോഴേക്കും ഹാബീൽ കൊല്ലപ്പെട്ടവരും വന്യപിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിഞ്ഞിരുന്നു. എന്നാൽ ഈ ശരീരത്തെ എന്ത് ചെയ്യണം, വീട്ടുകാരിൽ നിന്ന് ഈ ശരീരത്തെ മറക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ 4 ഭാഗത്തും ഓടി കുറ്റബോധം കൊണ്ട് ആകെ തളർന്ന് അവശനായി നിൽക്കുന്ന സമയത്ത് കാബീലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കയുടെ മരണത്തിന്, അതിൻ്റെ സംസ്കാരത്തിന് സാക്ഷ്യം വഹിപ്പിക്കുകയാണ്. ഒരു കാക്ക മരിച്ചപ്പോൾ ആ കാക്കയെ കൂടെയുള്ളൊരു കാക്ക തൻ്റെ കൊക്കുകൊണ്ടും തൻ്റെ കൈയിൻ്റെ നഖം കൊണ്ടും മണ്ണുകൾ വാരി വലിച്ച് പുറത്തേക്കിട്ട് അതിലേക്ക് മരിച്ച കാക്കയെ സംസ്കരിക്കുന്ന രംഗം അല്ലാഹു തആല കാബീലിന് കാണിച്ചു കൊടുക്കുന്നു. ഇത് നല്ല ബുദ്ധിയാണെന്ന് തോന്നിയ കാബീൽ ആ കാക്ക ചെയ്തതുപോലെ തൻ്റെ അനുജനെ ഒരു കുഴിയെടുത്ത് അതിലേക്ക് മണ്ണിട്ട് മൂടി സംസ്കാരം കഴിച്ചു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുഃഖം അടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ റബ്ബിനെ അനുസരിക്കണം, റബ്ബിന് ധിക്കാരമായിട്ടുള്ള ഒരു പ്രവൃത്തിയും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഞാൻ എന്താണോ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അതേ രൂപത്തിൽ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് റബ്ബിനെ ഇബാദത്തെടുത്തുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവണം. എനിക്ക് മരണം അടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ റബ്ബിനെ ധിക്കരിച്ച് നടക്കുന്ന കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ 3 മക്കളോടും പറഞ്ഞു. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനിക്ക് വേണ്ടി ദുആ ചെയ്യുകയും വസിയത്തുകൾ കൊടുക്കുകയും ചെയ്തിങ്ങനെ നിന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമുവിന് ഗുരുതരമായ രോഗം പിടിപെട്ടു. രോഗം പിടിപെട്ടപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളോട് പറഞ്ഞു, സ്വർഗീയ ഭക്ഷണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ പെൺകുട്ടികൾ അത് കൊണ്ടുവരാൻ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇങ്ങനെ നടക്കുമ്പോൾ മലക്കുകൾ അങ്ങനെ വരുന്നു. ആ മലക്കുകൾ ഈ മക്കളോട് സലാം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളെവിടെ പോവുകയാണ്? അപ്പോൾ പിതാവിൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ, നിങ്ങളിനി എങ്ങോട്ടും പോകാൻ പാടില്ല, നിങ്ങളുടെ പിതാവ് മരണപ്പെടാൻ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചയക്കുകയും മക്കൾ വീട്ടിലേക്കെത്തിയപ്പോൾ മലക്കുകളും വീട്ടിലേക്ക് വന്നു. അസ്രാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ റൂഹ് പിടിച്ചു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പര പിന്നെ നിലനിന്നു. ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകനാണെന്ന് പറയപ്പെടുന്ന ശീത്ത് അലൈഹിസ്സലാം ആണ് പിന്നെ ഭരണ സാരഥ്യം ഏറ്റെടുത്തത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇദ്രീസ് നബി, നൂഹ് നബി തുടങ്ങിയ പ്രവാചകന്മാരുടെ ചരിത്ര കഥകൾ നമുക്ക് കേൾക്കാം. വിശുദ്ധമായ പ്രവാചക ജീവിതം നയിച്ച ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഈ 25ഓളം പ്രവാചകന്മാരുടെ ചരിത്ര കഥകൾ അറിയാൻ താല്പര്യപ്പെടുന്ന മുഴുവൻ ആളുകളും
ഇൻഷാ അള്ളാഹ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തആല നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമുവിനോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്കും നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.